ജി.ആർ. ഇന്ദുഗോപന്റെ ആനോ എന്ന നോവലിന് പ്രശാന്ത് ഒളവിലം വരച്ച ജലഛായ ചിത്രങ്ങളുടെ പ്രദർശനം കോഴിക്കോട് ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചു. 2 വർഷത്തെ പരിശ്രമത്തിലൂടെ വരച്ച 130 ജലഛായ ചിത്രങ്ങളുടെ പ്രദർശനമാണ് നടക്കുന്നത്. മെയ് 27-ന് ആരംഭിച്ച പ്രദർശനം മെയ് 31-ന് സമാപിക്കും. പ്രശസ്ത നോവലിസ്റ്റ് ജി.ആർ. ഇന്ദുഗോപന്റെ ആനോ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ചിത്രകാരൻ പ്രശാന്ത് ഒളവിലം ദൃശ്യഭാഷ്യം നൽകിയ 130 ജലഛായ ചിത്രങ്ങളുടെ പ്രദർശനം കോഴിക്കോട് ലളിതകലാ അക്കാദമിയിലെ ആർട്ട് ഗ്യാലറിയിലെ ചുമരിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. 1511 ഡിസംബറിൽ കൊച്ചിയിൽ നിന്ന് ലിസ്ബൺ വഴി റോമിലെത്തി ലിയോ 10 മാർപ്പാപ്പയുടെ ഓമനയായി മാറിയ ഒരു ആനക്കുട്ടിയുടെ കഥയാണ് ജി.ആർ. ഇന്ദുഗോപന്റെ ആനോ. മതനവീകരണം ലക്ഷ്യമിട്ടവർ കത്തോലിക്ക സഭയുടെ ദൂർത്തിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത് ഈ വെള്ളാനയെ ആയിരുന്നു. മധ്യകാല ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മലയാളി മനുഷ്യനായിരുന്നില്ല. ഇഞ്ചി നിറമുള്ള ഈ ആൽബിനോ ആനോയായിരുന്നു. പിൽക്കാലത്ത് 1962 വത്തിക്കാനിൽ നിന്ന് കുഴിച്ചെടുത്ത ഇതിൻ്റെ അസ്ഥിക്കൂടത്തിലെ പുതിയ കഥ വിരിയുകയാണ്. ഈ സംസ്കാരവും കെട്ടിടരൂപങ്ങളും പത്തേമാരികളുമെല്ലാം പ്രാചീനതയുടെ സ്മരണകൾ ഉണർത്തുന്ന മോണോക്രോം സെപ്പിയ കളറിലാണ് പ്രശാന്ത് ഒളവിലം ചിത്രീകരിച്ചത്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ജി.ആർ. ഇന്ദുഗോപൻ എഴുതിയ ആനോ എന്ന് പറഞ്ഞ നോവലിൻ്റെ ചിത്രമാണ് ഈ ഷോയിൽ വെച്ചിട്ടുള്ളത്. 130ഓളം വർക്കുണ്ട്. മീഡിയം വാട്ടർ കളറാണ്. ഇത് 16-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന ഒരു കഥേനെ ബേസ് ചെയ്തിട്ട് വരച്ചൊരു ചിത്രമാണ്. കേരളത്തിൽ നിന്ന് നിലമ്പൂരിൽ നിന്നൊരു ആനേനെ പോപ്പിന് വേണ്ടി, പോപ്പ് 10-ന് വേണ്ടിയിട്ട് റോമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ആനയും പാപ്പാനും പോകുന്ന അങ്ങനെയുള്ളൊരു കഥയാണിത്. ആനക്ക് ഇടയ്ക്ക് രോഗം വരുന്നുണ്ട്. അപ്പം പോപ്പ് ഭയങ്കര സങ്കടപ്പെടുന്നുണ്ട് ആ ഒരു സമയത്ത്. അങ്ങനെ ഒരുപാട് ചികിത്സ എന്നിട്ട് പിന്നെ ഉഷാറായിക്കൊണ്ടുവരും. അങ്ങനെ പോപ്പും ആനയായിട്ട് ഭയങ്കര അപ്പോൾ അവന് ഈ പോപ്പിനായിട്ട് അടുക്കാൻ ഒരുപാട് അവസരം കിട്ടും. ഇങ്ങനെ പാപ്പാൻ പറഞ്ഞ പോലെ കേൾക്കുന്നൊരു സാധനം. അപ്പം പോപ്പിനെ ഏകദേശം ഈ ഒരു ഇന്ത്യ സ്വാതന്ത്ര്യസമരമായതുകൊണ്ട് മൂപ്പറാണീൻ്റെ വില്ലെന്ന് അറിഞ്ഞുകൊണ്ട് മൂപ്പറ നശിപ്പിക്കണം എന്നുള്ളതിനോട് എടുക്കുകയും അത് പോപ്പ് തിരിച്ചറിയുന്നുണ്ട് മൂപ്പറ എന്നെ കൊല്ലാനാണ് വന്നത്. അങ്ങനെ മൂപ്പറ കൊല്ലുകയും ചെയ്യുന്നൊരു കഥയാണ് ശരിക്കും ഇത്. ചീരെന്ന് പറയുന്ന നമ്മളെ നായകൻ അവരെ വില്ലന്മാർ ഇവരെ കൊല്ലും. അങ്ങനെയാണ് കഥ ലാസ്റ്റ് ഏകദേശം തീരുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഈ വർക്കിൽ തുടക്കം റോമിലേക്ക് കൊണ്ടുവന്ന ഒരു ആനക്കുട്ടി കപ്പലിലേക്ക് ഒരു നമ്മളെ പത്തേമാരി എന്ന് പറയുന്ന പഴയ വായിക്കപ്പലിലേക്ക് കയറ്റുന്ന ഒരു പിക്ചറാണ് തുടക്കം. അതുപോലെ ലാസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് 130ാമത്തെ വർക്ക് എന്ന് പറയുന്നത് ആ ആനേൻ്റെ സ്കള്ള് അസ്ഥികൂടവും പിന്നെ ചീരൻ എന്ന് പറയുന്ന ആ ആനപ്പാപ്പൻ്റെ സ്കള്ളുള്ള ലാസ്റ്റ് വർക്ക്. അങ്ങനെയാണ് ഈ വർക്ക് സെറ്റ് ചെയ്തിട്ട് ഇത് വാട്ടർ കളറിലാണ് ചെയ്തത്. സെപ്പിയ എന്ന് പറഞ്ഞൊരു ടോണിലാണ് ഈ വർക്ക് മൊത്തം ചെയ്തത്. ഒറ്റ കളറാണ് സെപ്പിയ എന്ന്. ഞാൻ 2-3 കളർ മിസ്സായിട്ട് എടുക്കുന്നൊരു കളറാണ് സെപ്പിയ. തൊഴിൽപരമായി ചിത്രകലാധ്യാപകനായ ഒളവിലത്തിന് മാഹിയിലെ മലയാള കലാഗ്രാമത്തിലാണ് ജോലി. 2 വർഷത്തെ പരിശ്രമത്തിലൂടെയാണ് പ്രശാന്ത് 130 ചിത്രങ്ങൾ പൂർത്തീകരിച്ചത്. ചിത്രകലാലോകത്ത് വിസ്മയമാകുന്ന ഈ കലാകാരന് ഭാര്യ ഷഹനാസിൻ്റെയും മക്കളായ ഫാത്തിമ, അമീൻ, ബിലാൽ എന്നിവരുടെ പൂർണ്ണ പിന്തുണയും ഉണ്ട്. മെയ് 27-ന് ആരംഭിച്ച പ്രദർശനം മെയ് 31-ന് അവസാനിക്കും. നോവൽ പോലെ തന്നെ വരകളും മറ്റൊരു കൃതിയാകുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ആർട്ട് ഗ്യാലറിയുടെ ചുമരുകൾ കീഴടക്കിയിരിക്കുന്ന പ്രശാന്ത് ഒളവിലകത്തിന്റെ ഈ ജലഛായ ചിത്രങ്ങൾ. ക്യാമറ പേഴ്സൺ ജോൺസൺ കെ ജോർജിനോടൊപ്പം മേഘ ഗോപി, കോഴിക്കോട് വിഷൻ.